ായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരോടും ഒരുമിച്ച് ഇന്ന് ഒരിക്കൽ കൂടെ ദൈവവചന പഠനത്തിനായി കൂടി വരുവാൻ കർത്താവ് നൽകി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 28ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 10ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു രാജാവാണ് എന്നുള്ളതാണ് മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഈ സുവിശേഷത്തിൽ നമ്മൾ ആദ്യം മുതലേ കണ്ടത് രാജാവിനെ പ്രസന്റ് ചെയ്യുക, രാജാവിന്റെ വംശാവലിയാണ് നമ്മൾ ആദ്യം കണ്ടത്. പിന്നീട് രാജാവിന്റെ ജനനം നമ്മൾ കണ്ടു. രാജാവ് പരീക്ഷിക്കപ്പെടും നമ്മൾ കണ്ടു. രാജാവ് പഠിപ്പിക്കുന്ന ഗിരിപ്രഭാഷണം നമ്മൾ കണ്ടു. പിന്നീട് രാജാവാണ് എന്നുള്ളതിന്റെ ചില തെളിവുകൾ, ഇല്ലേ, വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണാനായിട്ടിടയായി തീർന്നു. ഇവിടെ രാജാവ് തൻ്റെ ശിഷ്യന്മാരെ എന്ത് ചെയ്യുകയാണ്? ചില നിയോഗങ്ങളെ ഏൽപ്പിക്കുകയാണ്. 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തു. അവർക്കുള്ളതായിരിക്കുന്ന പ്രബോധനങ്ങളാണ് ഈ 10ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 10ാം അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. 10ാം അധ്യായത്തിന്റെ 5 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഈ വേദഭാഗത്ത് യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതായ നിർദ്ദേശങ്ങളാണ്. അവരെ ഏൽപ്പിച്ചതായ ദൈവരാജ്യം പ്രസംഗിക്കാനായിട്ട് അവർ കടന്നു പോകുമ്പോൾ അവര് ഏറ്റെടുക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അവർ പോകുന്ന വഴിയിൽ അവർ നേരിടാൻ സാധ്യതയുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്, അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, ദ സ്കോപ്പ് ഓഫ് ദെയർ മിഷൻ. അവരുടെ വേല എവിടെയാണ് അവർ ചെയ്യേണ്ടത്, അവിടെ നമ്മൾ കണ്ടു, അല്ലേ? എവിടെയൊക്കെ പോകരുതെന്നാ പറഞ്ഞത്? ഇസ്രായേലിന്റെ അടുക്കലേക്കും ജാതികളുടെ അടുക്കലേക്കും പോകണ്ട എന്ന് ആദ്യം കർത്താവ് പറഞ്ഞു. രണ്ടാമത് നമ്മൾ കണ്ടത്, അങ്ങനെ പോകുമ്പോൾ അവർക്ക് വേണ്ടി കർത്താവ് കരുതും എന്നുള്ളത് നമ്മൾ കണ്ടു. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിലേക്ക് മാത്രം പോയാൽ മതി, അല്ലേ? നമ്മള് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യം യെരൂശലേമിലും പിന്നെ യഹൂദ്യയിലും, പിന്നീടേ ഉള്ളൂ അവിടെ ശമര്യയിലും ജാതികളുടെ ഇടയിലേക്കും പോകാനായിട്ട് പറഞ്ഞത്. അപ്പോൾ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചത് ആദ്യം എവിടെ സാക്ഷിക്കാനാണ്? യഹൂദന്മാരുടെ ഇടയിൽ സാക്ഷിക്കാനാണ്. അതാണ് സ്കോപ്പ് ഓഫ് ദെയർ മിഷൻ. 2 നമ്മൾ കണ്ടു, ദ പ്രൊവിഷൻസ് ഫോർ ദെയർ മിഷൻ. ഇങ്ങനെ വേലയ്ക്ക് വേണ്ടി പോയ കുടുംബം ആര് നോക്കും? അത് നമ്മൾ കണ്ടു, അല്ലേ? കുടുംബം ആര് നോക്കും? ദൈവം നടത്തും, അല്ലേ? ദൈവം നടത്തും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ 2 സഞ്ചി എടുക്കണ്ട, 2 ജോഡി ഡ്രസ് എടുക്കണ്ട, 2 ജോഡി ചെരുപ്പ് എടുക്കണ്ട. ആര് കരുതിക്കൊള്ളും? ദൈവം കരുതിക്കൊള്ളും എന്നുള്ളത് നമ്മൾ കാണാനായിട്ടിടയായി തീർന്നു. പിന്നീട് നമ്മൾ കണ്ടത് ദ പെരിൽസ് ഓഫ് ദെയർ മിഷൻ. അവരുടെ വേലയിൽ വരാൻ സാധ്യതയുള്ളതായ പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ടിടയായി തീർന്നു, അല്ലേ? ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. പള്ളികളിൽ നമ്മളെ വിസ്തരിക്കും. പിന്നെ ബന്ധുമിത്രാദികൾ നമുക്ക് എതിരായി തീരും. നമ്മുടെ സ്വന്തം കുടുംബത്തിൽ തന്നെ എന്തു വരാൻ സാധ്യതയുണ്ട്? പ്രതിസന്ധികൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അവിടെ പഠിച്ചു. അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച് നിർത്താനായിട്ട് ഇടയായി തീർന്നത്. 23 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ 23 മുതൽ ഉള്ള വാക്യങ്ങൾ വീണ്ടും പഠിക്കാനായിട്ട് പോവുകയാണ്. 23ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ചു തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അതിന്റെ എല്ലാ ഭാഗവും നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. അവിടെ കർത്താവ് പറഞ്ഞൊരു വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആരും സംശയമായിട്ട് എന്നോട് ചോദിച്ചില്ലെങ്കിലും ഞാനായിട്ട് അങ്ങോട്ട് പറയുകയാണ്. നിങ്ങൾ ആരും ചോദിച്ചില്ല, ഈ മനുഷ്യപുത്രം വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ചു തീരുകയില്ല എന്ന് പറഞ്ഞല്ലോ. ഒരു വ്യാഖ്യാനമാണ് ജോൺസേട്ടൻ പറഞ്ഞത്. നമ്മൾ സ്വയം കൺക്ലൂഷനിൽ എത്തിയതാണ്, അല്ലേ? സ്വയം ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. നമ്മളെല്ലാ ഇസ്രായേലാണ്, എല്ലാ ജനങ്ങളിലേക്കും സുവിശേഷം എത്തുകയില്ല. പക്ഷെ ലിറ്ററലി കർത്താവ് അതല്ല ഉദ്ദേശിച്ചത്. കാരണം ഇതിന്റെ കോണ്ടെക്സ്റ്റ് എവിടെ? ശമര്യയിൽ പോകരുത്, ജാതികളുടെ ഇടയിൽ പോകരുത്. അപ്പൊ ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് വേണം ഇവിടെയും
അതാണ് കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റി നമ്മൾ എന്ത് ചെയ്യരുത്, വ്യാഖ്യാനിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം. കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റിയപ്പോൾ ജോൺസേട്ടൻ പറഞ്ഞ ആശയം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ ലിറ്ററലി ആ വേദഭാഗം അതല്ല ഉദ്ദേശിച്ചത്. എന്താണ് ഉദ്ദേശിച്ചത്? മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ചു തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ ഈ മനുഷ്യപുത്രൻ ഇപ്പോ ഈ 12 ശിഷ്യന്മാരെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇസ്രായേലിലേക്ക് പ്രസംഗിക്കാനായിട്ട് അയക്കുകയാണ്. ഇങ്ങനെ അയക്കുമ്പോൾ അവരോട് പറയുകയാണ്, ഞാൻ വരുവോളം. കർത്താവ് എവിടെ പോയിട്ട് വരുന്ന കാര്യം എവിടെ പറയുന്നത്? കർത്താവ് ക്രൂശിക്കപ്പെടും, മരിക്കും, ഉയർത്തെഴുന്നേൽക്കും, എന്നിട്ട് രണ്ടാമത് വരും. ആ രണ്ടാമത് വരുവോളം എന്ത് ചെയ്യില്ല? നിങ്ങൾ ഇസ്രായേലിൽ പോയി തീരില്ല. അതെങ്ങനെ ശരിയാവും? അല്ല അല്ല, കർത്താവ് രണ്ടാമത് വരുന്നതിനെ കുറിച്ചാ. ആ, സഭയെ ചേർക്കാൻ വരുവോളം എന്ന് പറയുമ്പോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം അവിടെ ഉണ്ട്. അതാണ് ഈ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല, ഇന്ന് പറയാൻ വെച്ചതാ, കാരണം അത് ഫ്രഷ് ആയിട്ട് പറയണം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവ് തന്റെ ശിഷ്യന്മാരെ ദൈവരാജ്യം പ്രസംഗിക്കാൻ വേണ്ടി അയക്കുകയാണ്. അങ്ങനെ അയക്കുമ്പോൾ യഹൂദന്മാരെല്ലാവരും സുവിശേഷം വിശ്വസിച്ചു എന്ന് കരുതുക, യേശുവിനെ മശിഹ എന്ന് അംഗീകരിച്ചു എന്ന് കരുതുക. എന്തായിരിക്കും അടുത്തതായി സംഭവിക്കാൻ പോകുന്നത്? ദൈവരാജ്യം അക്ഷരീകമായി സംഭവിക്കും. ആ ദൈവരാജ്യം അക്ഷരീകമായി സംഭവിക്കും. അതിനു മുമ്പ് എന്ത് ചെയ്യും? സുവിശേഷം എല്ലാ സ്ഥലത്തും പ്രസംഗിക്കും. അതുകൊണ്ടാണ് ആദ്യം ഈ യഹൂദന്മാരോട് പ്രസംഗിക്കുന്നത്. ആദ്യം ഇസ്രായേലിൽ പോകാൻ പറഞ്ഞത്, ആദ്യം യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോകാൻ പറഞ്ഞതിന്റെ കാര്യം, ആദ്യം ദൈവരാജ്യം എന്ത് ചെയ്യണം? യഹൂദന്മാരുടെ ഇടയിൽ പ്രസംഗിക്കണം. അവർ വിശ്വസിച്ചാൽ എന്ത് ചെയ്യും? ദൈവരാജ്യം ആക്ഷരീകമായി അവിടെ തുടങ്ങും. പക്ഷെ എന്ത് ചെയ്തില്ല? അവര് അംഗീകരിച്ചില്ല, വിശ്വസിച്ചില്ല, ദൈവരാജ്യം തുടങ്ങിയില്ല. ഇപ്പൊ ഇസ്രായേലിൽ എല്ലാ സ്ഥലത്തും സുവിശേഷം എത്തിയോ? പ്രസംഗിച്ചെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളോട് ആദ്യം സുവിശേഷം അറിയിക്കേണ്ട ആവശ്യമായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെരുപ്പിലെ പൊടി തട്ടിക്കളയുന്നതിനെ കുറിച്ച് പഠിച്ചല്ലേ? എന്നിട്ട് അവരെങ്ങോട്ട് തിരിഞ്ഞു? ജാതികളുടെ ഇടയിലേക്ക് തിരിഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ആസന്നമാകുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ഇനിയും യഹൂദന്മാരുടെ ഇടയിലേക്ക് സുവിശേഷവുമായി മടങ്ങിപ്പോവുകയുള്ളൂ. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇനി എന്നാണ് ഇത് പൂർത്തിയാവുക? മഹോപദ്രവ കാലഘട്ടത്തിൽ, മത്തായി 24-ാമത്തെ അധ്യായത്തിൽ ഭൂമിയുടെ അറ്റത്തോളം എന്ത് ചെയ്യും? ദൂതന്മാര് സുവിശേഷം അറിയിക്കുന്ന ഒരു സമയം വരും. അന്ന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ജാതികളുടെ ഇടയിലേക്ക്, യഹൂദന്മാരുടെ ഇടയിലേക്ക് ഈ സുവിശേഷം മടങ്ങി വരികയുള്ളൂ. ഇനിയും യഹൂദന്മാര് മാനസാന്തരപ്പെടും, ഇനിയും യഹൂദന്മാർ രക്ഷിക്കപ്പെടും. അതെപ്പോഴാ? അന്ത്യകാലത്ത്. അന്ത്യകാലത്തെന്ന് പറയുമ്പോൾ ഏത് നിമിഷവും ആ അന്ത്യകാലത്തിന്റെ ആ സമയം വരും. നമ്മളിപ്പോ അന്ത്യകാലത്താണ് ജീവിക്കുന്നത്. ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തു ഏത് നിമിഷവും വരാം, സഭയെ ചേർക്കാം, മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടാം, മഹോപദ്രവം ആരംഭിക്കാം, മഹാപീഡനകാലം ആരംഭിക്കാം. ഈ മഹാപീഡനകാലത്തിൽ അവർ ആദ്യം എതിർ ക്രിസ്തുവിനെ അംഗീകരിക്കും, പിന്നീട് ഇവൻ എതിർ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയും. അപ്പോൾ അവർ തങ്ങൾ കുത്തിയവനായ മശിഹായിലേക്ക് മടങ്ങി വരും. അന്ന് ആ കാലഘട്ടത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രവചനം പൂർത്തിയാക്കപ്പെടാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നാൽ ഇനി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്ന ആ ഫ്ലോ എന്തായിരുന്നു? പീഡനമുണ്ട്. വിശ്വാസികൾക്ക്, ശിഷ്യന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് സുവിശേഷം മുഖാന്തിരമായി എന്തുണ്ട്? പീഡനമുണ്ട്. എന്നാൽ 24ഉം 25ഉം വാക്യങ്ങളിൽ അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് കർത്താവ് പറയുകയാണ്. എന്താ കർത്താവ് പറയുന്നത്? ഒന്ന്, 24-ാം വാക്യം, ശിഷ്യൻ ഗുരുവിനു മീതെയല്ല, ദാസൻ യജമാനനു മീതെയുമല്ല.
ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യനും മതി, യജമാനനെ പോലെയാകുന്നത് ദാസനും മതി. അവർ വീട്ടുടയവനെ ബേൽസെബൂൽ എന്ന് വിളിച്ചു എങ്കിൽ വീട്ടുകാരെ എത്രയധികം അങ്ങനെ വിളിക്കും? അതാണ് ചോദ്യം. ഇവിടെ കർത്താവ് പറയാൻ ശ്രമിക്കുന്നത് എന്താ? നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരും നമ്മുടെ ഗുരുവിന് മീതെ അല്ല, കർത്താവിനേക്കാൾ ശ്രേഷ്ഠരല്ല. ഇവിടെ എന്താ പറയാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ ഗുരുവും കർത്താവുമായി എനിക്ക് ഇത്രയേറെ പീഡനങ്ങൾ വന്നു എങ്കിൽ നിങ്ങൾക്ക് എത്രയധികമായി സംഭവിക്കും? അതാണ് 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളും ഞാൻ നടന്ന വഴികളിലൂടെ, എന്റെ പാതകളിലൂടെ, എന്റെ ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങളും കടന്നു പോകേണ്ടതായിട്ട് വരും. ഒന്ന്, ഞാൻ നേരിട്ടു. നിങ്ങൾ എന്നെക്കാൾ മെച്ചമല്ലല്ലോ. ആണോ? നമ്മൾ കർത്താവിനേക്കാൾ മെച്ചപ്പെട്ടവരാണോ? പിന്നല്ലാതെ. ചിലരുടെയൊക്കെ വിചാരം അങ്ങനെ. നമ്മളങ്ങനല്ല. എന്നാൽ നമ്മുടെ കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പോയ വഴികളെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളും നടക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതിനകത്ത് രണ്ടാശയങ്ങളാവുള്ളൂ. ഒന്ന്, ഒരു മുന്നറിയിപ്പാണ്. എന്താണ് മുന്നറിയിപ്പ്? നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ ഇത്രയും ക്രൂശ് എടുക്കേണ്ടി വന്നെങ്കിൽ നിങ്ങളും ക്രൂശ് എടുക്കേണ്ടി വരും, നിങ്ങളും കഷ്ടം അനുഭവിക്കേണ്ടി വരും, നിങ്ങളും അതേ യാതനകളിലൂടെ കടന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതേ സമയം അതൊരു പ്രിവിലേജും കൂടിയാണല്ലോ, ഒരു പദവിയാണ്. എങ്ങനാ പദവി? എന്റെ കർത്താവിന്റെ ക്രൂശ് എടുക്കാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകാൻ ദൈവം നമുക്കൊരവസരം തന്നു. അതുകൊണ്ടാണ് 1 പത്രോസ് 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? എന്നാൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. നമ്മൾ എങ്ങനെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നിന്ന് പങ്കുകാരാകുന്നത്? ക്രിസ്തു കഷ്ടം അനുഭവിച്ചതുപോലെ ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി നാം കഷ്ടം അനുഭവിക്കുമ്പോൾ നാം ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുകാരായി തീരുകയാണ്. അതൊരു പ്രിവിലേജ് ആണോ? അതൊരു പ്രിവിലേജ് ആണോ? സ്വാതന്ത്ര്യ സമര സേനാനിയാന്ന് പറഞ്ഞാൽ അതൊരു പ്രിവിലേജ് ആണോ? സ്വാതന്ത്ര്യ സമരകാലത്ത് അത് വലിയ കഷ്ടപ്പാടുള്ള കാര്യമായിരുന്നു, അല്ലേ? പക്ഷെ തിരിഞ്ഞു നോക്കിയപ്പോ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യപരമായ കാര്യമായിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം എന്നാ? ഞാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, ഒരു വലിയ പദവിയായി മാറി. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുകാരനായി തീരുന്നു പറയുമ്പോൾ അതൊരു മുന്നറിയിപ്പാണ് ഒരു സമയത്ത്. എന്നാൽ അതേ സമയം നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പദവിയാണ്. എന്റെ കർത്താവിന്റെ ക്രൂശിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ഭാഗവാക്കായിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഞാനും പങ്കുകാരനായി തീർന്നിരിക്കുകയാണ്. അതെത്ര വലിയ പദവിയാണ്, അതെത്ര വലിയ ഭാഗ്യമാണ്. ഇതിനെ ഭാഗ്യമെന്ന് എണ്ണണം. സ്തോത്രം. ഇത് അനേകം ക്രിസ്ത്യാനികളുടെ പ്രശ്നം എന്നാണെന്നറിയാവോ? ഇതിനെ പദവിയായിട്ട് ചിന്തിക്കുന്നേയില്ല. ഇതൊരു ഗതികേടായിട്ട് ചിന്തിക്കുന്നു, ഇതൊരു ഭാഗ്യക്കേടായിട്ട് ചിന്തിക്കുന്നു. കർത്താവ് നമ്മെ കുറിച്ച് അതല്ല പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്ന രണ്ടാമത്തെ കാര്യം, നമ്മൾ അവന്റെ വഴികളിലൂടെ നടക്കേണ്ടവരാണ് എന്നുള്ളതാണ്. മൂന്നാമതായി 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവൻ എതിർക്കപ്പെട്ടെങ്കിൽ നമ്മളും എതിർക്കപ്പെടും. അവൻ ഉപദ്രവിക്കപ്പെട്ടെങ്കിൽ നാമും ഉപദ്രവിക്കപ്പെടും. അവന് ശത്രുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും ശത്രുക്കൾ ഉണ്ടാകും. നമ്മൾ വിചാരിക്കരുത് ഈ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര കൈയടിക്കുന്ന പരിപാടിയാണ്. അല്ല, വളരെ വ്യക്തമായി ശിഷ്യന്മാരോട് പറയുകയാണ്, ഉറപ്പായും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും. ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാന് മീതെയല്ല. നിങ്ങളുടെ ഗുരുവും യജമാനുമായ ഞാൻ കഷ്ടം അനുഭവിച്ചെങ്കിൽ നിങ്ങളും കഷ്ടം അനുഭവിക്കേണ്ടി വരും. നിങ്ങളും എതിർക്കപ്പെടും, നിങ്ങൾക്കും
എന്റെ കഷ്ടതയുടെ വഴിയിലൂടെ നടക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടും. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഇത് ഏത് കഷ്ടതയാണ്? നമ്മൾ തെറ്റിദ്ധരിക്കരുത്, നമുക്ക് വരുന്ന പനിയും ചുമയും ഒക്കെയാണ് ഈ കഷ്ടത. നമുക്ക് വരുന്ന രോഗവും നമുക്ക് വരുന്ന മറ്റേ ഇടി വെട്ടുമ്പോ വാഴ കത്തി പോയതൊന്നും അല്ല ഏത് ഈ കഷ്ടത. ഇവിടെ ക്രിസ്തുവിന്റെ നാമം ധരിച്ചിട്ട് വരുന്ന കഷ്ടതയാണ്. അതായത് ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി സഹിക്കുന്ന കഷ്ടതയായിരിക്കണം. ഉപദ്രവം പരിഹാസങ്ങൾ, നിന്ദകൾ, നമ്മൾ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിൽ ഉപദ്രവിക്കപ്പെടാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വരുന്ന പനി ക്രിസ്തുവിന്റെ നാമത്തെ പ്രതിയാണോ? ക്രിസ്തുവിന്റെ നാമത്തെ ധരിക്കാത്തവർക്ക് പനി വരുന്നില്ലേ? ഇല്ലേ? വിശ്വാസിക്ക് അവിശ്വാസിക്ക് ഒരുപോലെ പനി വരും. വിശ്വാസിയുടെ പറമ്പിലും അവിശ്വാസിയുടെ പറമ്പിലും ഇടിവെട്ടും. ഈ വിശ്വാസിയുടെ വീട്ടിലും അവിശ്വാസിയുടെ വീട്ടിലും മരണം വരും. ഇതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ബൈബിളിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോ നമ്മൾ കഷ്ടത കാണുമ്പോ പനിയും ചുമയാണോ അല്ലെങ്കിൽ ക്യാൻസർ ആണോ ഒന്നും ചിന്തിക്കരുത്. അതൊക്കെ എല്ലാ മനുഷ്യർക്കും വരുന്നതാണ്. ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി നീ എന്ത് കഷ്ടത സഹിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ ഇവിടത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി പനിയും ക്യാൻസറും തലവേദനയും ഒന്നും ക്രിസ്തുവിന്റെ നാമത്തെ, പക്ഷെ തലവേദന ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി വരാം. എങ്ങനെ? നമ്മൾ ആവശ്യത്തിന് ഉറങ്ങാതെ കർത്താവിന്റെ വേല ചെയ്യുന്നതിലൂടെയൊക്കെ വരാം. പക്ഷെ അത് എന്റെ അഭിപ്രായം അവിടെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ആവശ്യത്തിന് ഉറങ്ങണം. കാരണം കർത്താവ് 60 കൊല്ലം സുവിശേഷ വേല ചെയ്യാനാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിച്ചത്. നമ്മളെ ആരോഗ്യം ശ്രദ്ധിക്കാതെ ഓടി 6 കൊല്ലം കൊണ്ട് തീർക്കരുത് നമ്മുടെ ആയുസ്. കർത്താവ് നമുക്ക് തന്ന ആയുസ് മുഴുവൻ എന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി ആരോഗ്യം ശ്രദ്ധിക്കണം, എക്സർസൈസ് ചെയ്യണം, ശരിയായി ഭക്ഷണം കഴിക്കണം, ശരിയായ രീതിയിൽ വിശ്രമിക്കണം, ഉറങ്ങണം. കർത്താവ് പടകിന്മേൽ തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു ബൈബിളിലുണ്ട് അല്ലേ? 33 വയസ്സ് വരെയല്ലേ ഉറങ്ങണോളൂ, ജീവിക്കണോളൂ. എന്നാ പിന്നെ ഉറങ്ങിയില്ലേലും കുഴപ്പമില്ല. കർത്താവ് അങ്ങനെ വിചാരിച്ചില്ലല്ലോ. പക്ഷെ കർത്താവ് ഉറക്കം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഇനി അല്പം വാങ്ങിപ്പോയി വിശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോ അങ്ങനത്തെ കഷ്ടതകളല്ല ഇവിടെ കർത്താവ് ഉദ്ദേശിച്ചത്. കർത്താവിന്റെ നാമത്തെ പ്രതി ഞാൻ നിങ്ങൾ നേരിടുന്നതായ കഷ്ടതകളെ കുറിച്ചാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ കഷ്ടതകൾ നേരിടുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട 2 മനോഭാവങ്ങൾ, അതാണ് ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ദ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദ ഡിസൈപ്പിൾസ്. ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട 2 മനോഭാവങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, 26ഉം 27ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ഒന്നാമത്തെ മനോഭാവം, അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട, മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായ ഒന്നും അറിയാതെയും ഇരിക്കയില്ല. ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറവീൻ, ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമുകളിൽ നിന്ന് ഘോഷിപ്പീൻ. അപ്പൊ ഒന്നാമത്തെ മനോഭാവം എന്താണ്? ഭയപ്പെടേണ്ട. ഡു നോട്ട് ഫിയർ പെർസിക്യൂഷൻ. ഇത്രയും നേരം എന്തിനെ കുറിച്ചാ പറഞ്ഞേ? പീഡനത്തെ കുറിച്ചാ പറഞ്ഞത് അല്ലേ? അപ്പൊ പറയാണ് നിങ്ങൾ ഭയപ്പെടരുത് എന്നുള്ളതാണ് ഒന്നാമത് നിങ്ങളോട് പറയാനുള്ള ദൂത് എന്ന് പറയുന്നത്. ഈ പീഡനം വരും എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടൊരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങൾ ഈ ന്യായാധിപ സഭയുടെ മുമ്പിലൊക്കെ നിൽക്കേണ്ടി വരുമ്പോ നിങ്ങൾ മറുപടി പറയേണ്ട എന്താന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരപ്പെടേണ്ട. പറയാനുള്ള നിങ്ങളുടെ വായിൽ ആര് തരും? കർത്താവ് തരും, പരിശുദ്ധാത്മാവ് തരും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അപ്പൊ ഇവിടെ പറയുന്നൊരു കാര്യം, ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ മനോഭാവം ഭയപ്പെടാതെ ധൈര്യത്തോടെ ഇരിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ട എന്ന് പറയാൻ കാരണം? അതാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, because God has a vested interest in open proclamation. ഒന്നാമത് എന്തുകൊണ്ടാണ് ഭയപ്പെടണമെന്ന് പറയാൻ കാരണം, കർത്താവിന്റെ ഉദ്ദേശം നാം ഭയപ്പെടാതെ ഈ സന്ദേശം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയണമെന്നുള്ളതാണ്. അതാണ് അവിടെ പറയുന്നത് അല്ലേ? മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല.
ഇനി നിങ്ങൾ മറച്ചു വെച്ചെന്ന് പറഞ്ഞത് മറഞ്ഞിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മടുത്തോന്ന് തോന്നുന്നു എല്ലാവർക്കും അല്ലെ? ചൂടൊക്കെ ആയിട്ട് നിങ്ങൾ മറച്ചു വെച്ചെന്ന് ഓർത്ത് ഇത് മറഞ്ഞിരിക്കാൻ പോകുന്നില്ല. ഇത് ഉറക്ക ഘോഷിക്കാൻ ദൈവത്തിന്റെ പദ്ധതിയാണ്. നമ്മുടെ വിചാരം എന്നാന്നറിയാവോ? നമ്മള് ഇപ്പൊ എന്നാ പറയാൻ, ഇതിപ്പോ ഇത് പറഞ്ഞില്ല എന്ന് ഓർത്ത് എന്നാ കുഴപ്പം? നോ, കർത്താവ് പറയാണ് ഇതൊന്നും മറച്ചു വെക്കാനുള്ളൊരു കാര്യമേ അല്ല. ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുക, മൈക്ക് വെച്ച് പ്രസംഗിക്കുക, ഉറക്ക ലോകത്തിന്റെ മുമ്പിൽ അറിയിക്കുക. ഇത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നാം ഭയപ്പെടരുത്. നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദൈവം നമ്മളെ കുറിച്ച് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നന്മയായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? കർത്താവിനോട് കേൾക്കണം. കർത്താവിൽ നിന്ന് അവിടെ നമ്മൾ വായിച്ച ഒരു കാര്യമുണ്ട്, ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറഞ്ഞത് അല്ലേ? കർത്താവ് എന്താ ഇരുട്ടത്തോട് പറഞ്ഞത്? ശിഷ്യന്മാരോട് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചതെന്ന് അവിടെ ഉദ്ദേശിക്കുന്നു. ശിഷ്യന്മാരോട് വ്യക്തിപരമായി സംസാരിച്ചത്, അതുപോലെ ചെവിയിൽ പറഞ്ഞു കേട്ടത്, പ്രൈവറ്റ് ആയിട്ട് കർത്താവ് ഉപദേശിച്ചു കൊടുത്തത്. അത് അന്ന് മാത്രമേ ഉള്ളോ? അല്ല, ഇന്നും ഉണ്ടല്ലേ? കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്ക് ഇനിയും നിങ്ങൾ ഒത്തിരി കാര്യം പറയാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ കഴിവില്ല. അതുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവെന്നൊരു കാര്യസ്ഥനെ നിങ്ങളോട് അയക്കും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ നിങ്ങൾക്ക് എല്ലാം ഉപദേശിച്ചു തരും. നമ്മുടെ ഹൃദയത്തിൽ, ചെവിയിൽ, ഹൃദയത്തിൽ മന്ത്രിക്കും. ഇതെന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഉറക്ക ഘോഷിക്കണം. ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ പ്രാപിച്ച് ലോകത്തോട് അറിയിക്കാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലിസൺ ടു ഗോഡ് ഇൻ പ്രൈവറ്റ് ബിഫോർ യു സ്പീക്ക് ഇൻ പബ്ലിക്. നമ്മൾ പരസ്യമായി മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആരോട് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം? കർത്താവിനോട് സംസാരിക്കണം. യെശയ്യാപ്രവചനം 50-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവന്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു. ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. കർത്താവ് പറയുകയാണ്, പ്രവാചകൻ പറയുകയാണ്, കർത്താവ് എന്റെ ചെവി ഉണർത്തുക രാവിലെ തോറും. എന്തിനു വേണ്ടിയാണ്? എന്നോട് സംസാരിക്കാൻ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞാൻ മറ്റുള്ളവരെ താങ്ങാൻ വേണ്ടി, ഞാൻ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടി, ഞാൻ മറ്റുള്ളവരെ ഉറപ്പിക്കാൻ വേണ്ടി. കർത്താവ് ആദ്യം എന്നോട് പ്രൈവറ്റായി സംസാരിക്കുന്നു. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് കർത്താവ് എന്നോട് പറഞ്ഞതിൽ നിന്ന് ഞാൻ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താനായിട്ടിടയായി തീരും. അപ്പോൾ നാം ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ടാത്തത്? ഇത് ഉറക്ക പറയണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. 2, നാം അവിടെ വായിക്കുന്നു, നമ്മുടെ ശരീരത്തെ അല്ലേ, ബിക്കോസ് ഫിസിക്കൽ ഡെത്ത് ഡസ് നോട്ട് ഡിറ്റർമിൻ യുവർ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി. നമ്മുടെ ശരീരം മരിച്ചു എന്ന് കരുതി, അല്ലെങ്കിൽ നമ്മളെ കൊന്നു എന്ന് കരുതി, നമ്മൾ കൊല്ലപ്പെട്ടു എന്ന് കരുതി നമുക്ക് നിത്യത നഷ്ടപ്പെടുന്നില്ല. അവിടെ കർത്താവ് എന്നാ പറഞ്ഞത്? 28 മുതലുള്ള വാക്യങ്ങൾ: ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. അപ്പൊ ആരെയാ ഭയപ്പെടണ്ടേ? കർത്താവിനെ ഭയപ്പെട്ടാ മതി. ദേഹത്തെ മാത്രം കൊല്ലുന്നവരായി ലോകത്തുള്ളവരല്ലേ. നമ്മൾ സുവിശേഷം പറഞ്ഞാൽ ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നതുപോലെ ഏറ്റവും കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കൊന്നുകളയുള്ളൂ. ഏറ്റവും കൂടിയ. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ അതല്ലേ ഏറ്റവും വലുതെന്നായിരിക്കുമല്ലേ പലരും ചിന്തിക്കുന്നത്. അതാണ് പരമാവധി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അതിനേക്കാൾ വലിയൊരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താ വലുത്? ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. നമ്മുടെ ദേഹത്തെ മാത്രം കൊല്ലുന്നവനെ അല്ല ഭയപ്പെടേണ്ടത്.
നമ്മുടെ ദേഹത്തെയും ദേഹിയെയും കൊന്ന് നിത്യനരകത്തിൽ തള്ളിയിടാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തെ മാത്രം നമ്മൾ ഭയപ്പെട്ടാൽ മതി. നമ്മുടെ നിത്യതയെ തീരുമാനിക്കുന്നവനെ മാത്രം നമ്മൾ ഭയപ്പെട്ടാൽ മതി. കേവലം നമ്മുടെ ശരീരത്തെ മാത്രം ദണ്ഡിപ്പിക്കുന്ന മനുഷ്യനെ നമ്മൾ ഭയപ്പെടണ്ട. ആരെ ഭയപ്പെട്ടാ മതി? ദൈവത്തെ മാത്രം ഭയപ്പെട്ടാ മതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ദേഹത്തെ കൊല്ലുന്നവനെ കൂടുതൽ ഭയപ്പെടുകയും നിത്യതയെ തീരുമാനിക്കുന്നവനെ കുറച്ച് ഭയപ്പെടുന്നവരുമാണ്, അല്ലെ? നമുക്ക് എല്ലാവരും ഒരു പ്രശ്നമാണ്. ഇപ്പോഴത്തെ പ്രശ്നമാണ് നമ്മുടെ വലിയ പ്രശ്നം. ഒരിക്കലും അതൊരു ആത്മീയന്റെ ലക്ഷണമല്ല. അനാത്മീയന്റെ ലക്ഷണമാണ്, ജഡീകന്റെ ലക്ഷണമാണ് ജഡത്തിൽ ജീവിക്കുമ്പോഴുള്ള കാര്യത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക എന്നുള്ളത്. ആത്മീയന്റെ ലക്ഷണമല്ല. ആത്മീയൻ എപ്പോഴും എന്ത് ചെയ്യുന്നറിയാവോ? നിത്യതയിലേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കും. അവൻ നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കും. നിത്യതയിൽ കിട്ടുന്ന പ്രതിഫലത്തെ നോക്കിക്കൊണ്ട് ജീവിക്കും, ചിന്തിക്കും. എന്നാൽ ജഡീകനോ, അവൻ ഇപ്പോഴത്തെ സുഖം നോക്കും, ഇപ്പോഴത്തെ സൗകര്യം നോക്കും, ഇപ്പോഴത്തെ പേരും പ്രശസ്തിയും നോക്കും, ഇപ്പോഴത്തെ സൗകര്യം നോക്കും. അതുകൊണ്ട് ഇന്ന് ദൈവവചനത്തിന്റെ മുമ്പിൽ നാം പരിശോധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ആത്മീയനാണോ, അതോ നമ്മൾ കേവലം ജഡീകരായി ജീവിക്കുകയാണ്? പാട്ടും പ്രാർത്ഥനയൊക്കെ ജഡത്തിൽ മാത്രമേ ഉള്ളൂ. ഒരാത്മീയൻ എന്നതുപോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മെ തന്നെ പരിശോധിക്കാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമതായി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, ബിക്കോസ് യുവർ ഹെവൻലി ഫാദർ വാല്യൂസ് യു. ഭയപ്പെടേണ്ട. കാരണം എന്താ? നിന്റെ ദൈവം നിനക്ക് വലിയ വില കൽപ്പിക്കുന്നുണ്ട്. 29, 30, 31 വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: കാശിന് 2 കുരികിൽ, ഏറ്റവും വില കുറഞ്ഞ ഒരു ജീവിയാണ് കേട്ടോ. നമ്മുടെ കടയിൽ പോയൊക്കെ ഇറച്ചി വാങ്ങാൻ പോകുമ്പോഴേ ഏറ്റവും വില കുറഞ്ഞത് ഒരു കാശിന് 2 കുരികിൽ. അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. ഏറ്റവും വില കുറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതുവരെ ദൈവം വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. നിങ്ങളോട് ഭയപ്പെടണ്ട എന്ന് പറയാൻ കാരണം എന്നാണ്? സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണിൽ നിങ്ങൾ വളരെ വിലയേറിയവരാണ്. നിങ്ങളുടെ തലയിലെ മുടി പോലും അവൻ എണ്ണി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ദേഹത്ത് ശത്രു ഒന്ന് തൊടാമെങ്കിൽ ദൈവം അനുവദിക്കാതെ സാധിക്കില്ല. ദൈവം അനുവദിക്കാതെ ശത്രുവിന് നിന്നെ തൊടാൻ കഴിയില്ല. യോബിനെ സാത്താൻ ദൃഷ്ടി വെച്ചോന്നാണ് കർത്താവ് ചോദിച്ചൊരു ചോദ്യം, അല്ലേ? സാത്താന്റെ കണ്ണ് യോബിന്റെ മേൽ വീണപ്പോഴേ സ്വർഗത്തിൽ മണിയടിച്ചു. എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ. നീ ഭക്തിയോടെ ദൈവവൈദ്യനായി ജീവിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇല്ല കേട്ടോ. നീ ഭക്തനായി ജീവിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ കൺമണി പോലെ സൂക്ഷിക്കും. നമ്മുടെ കണ്ണിലേക്ക് ആരെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കും, അല്ലേ? അതുപോലെ ദൈവം കൺമണി പോലെ സൂക്ഷിക്കും. ഇവിടെ നമ്മളെത്ര വിലയേറിയവരാണ്. അതുകൊണ്ട് നാം ധൈര്യത്തോടെ എന്ത് ചെയ്യണം? ഈ പീഡനങ്ങളെ നേരിടണം. ഡു നോട്ട് ഫിയർ പെർസിക്യൂഷൻ. എന്തുകൊണ്ട്? ഒന്ന്, ഇത് ഉറക്കെ പ്രസംഗിക്കുക എന്നുള്ള ദൈവിക പദ്ധതിയാണ്. 2, ദൈവത്തെ മാത്രം ഭയപ്പെടുക, ശരീരത്തെ മാത്രം കൊല്ലുന്നവനെ ഭയപ്പെടരുത്. 3, ദൈവത്തിന്റെ കണ്ണിൽ നിങ്ങൾ വളരെ വിലയേറിയവരാണ്. 91 സങ്കീർത്തനം ഒന്ന് എടുത്താട്ടെ. 91 സങ്കീർത്തനത്തിന്റെ 12ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നിന്റെ കാലിൽ കല്ല് തട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ കാല് തട്ടുന്നല്ലേ, പക്ഷെ ദൈവം അറിയുന്നിട്ടാ. നിന്റെ കാല് കല്ല് തട്ടുന്നത് നീ അറിയാതെ ആയിരിക്കാം, പക്ഷെ ദൈവം അറിഞ്ഞിട്ടേ തട്ടുള്ളൂ. ദൈവം അനുവദിച്ചില്ലെങ്കിൽ ഒരു വേരെ തട്ടി നീ വീഴില്ല, ഒരു കല്ലെ തട്ടി വേച്ചു പോകില്ല, നിന്റെ ചെരിപ്പൊന്നും തെന്നില്ല, ദൈവം അനുവദിക്കാതെ. അത്ര ഭദ്രമായിട്ടാണ്
ഈ ഒരു കാശിന് കിട്ടുന്ന 2 കുരിയിൽ എങ്കിൽ നിന്നെ എത്രയധികം ദൈവം സൂക്ഷിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം പരിശോധിക്കണം. നമ്മുടെ മനോഭാവം ഭയത്തിന്റെ മനോഭാവമാണ്. ക്രിസ്തീയ ജീവിതം ഭയപ്പെട്ട് ജീവിക്കേണ്ടതല്ല. സാക്ഷ്യ ജീവിതം ഭയത്തോടെ ജീവിക്കേണ്ടതല്ല, ധൈര്യത്തോടെ ജീവിക്കേണ്ടതാണ്. നാം ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി. മനുഷ്യനെ ഭയപ്പെടേണ്ട, ദുഷ്ടനായ ഹാമാനെ ഭയപ്പെടേണ്ട, ന്യായാധിപ സംഘത്തെ ഭയപ്പെടേണ്ട, നമ്മെ ന്യായം വിധിക്കാൻ കഴിവുള്ള ശത്രുവിനെ ഭയപ്പെടേണ്ട. നമ്മെ വിധിക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി. നമ്മൾ എത്ര വിലയേറിയവരാണ് എന്നുള്ളതും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഈ സുവിശേഷം, ഗുഡ് ന്യൂസ് ഈസ് നോട്ട് മെന്റ് ടു ബി കെപ്റ്റ് അണ്ടർ wraps, however little some people may wish to hear it. സുവിശേഷം പൊതിഞ്ഞു വെക്കാനുള്ളതല്ല, സുവിശേഷം ലോകത്തിന്റെ മുമ്പിൽ പ്രസംഗിക്കാനുള്ളതാണ്. ചിലപ്പോൾ അത് കേൾക്കാൻ ആളുകൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും, പക്ഷെ അത് മൂടി വെക്കാനുള്ളതല്ല. അത് ലോകത്തിന്റെ മുമ്പിൽ ഉറക്കെ വിളിച്ചു പറയാനുള്ളതാണ്, പുരമുകളിൽ ഘോഷിക്കാനുള്ളതാണ്. ഇരുട്ടത്ത് കേട്ടത് വെളിച്ചത്ത് ഉച്ചത്തിൽ ഘോഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ധൈര്യത്തോടെ ചെയ്യാൻ. അയ്യോ, ഇത് പറഞ്ഞ ആളുകൾ എന്തോ വിചാരിക്കും? ധൈര്യമില്ലായ്മയാണ്. ആളുകൾ എന്നെ കളിയാക്കില്ലേ? ധൈര്യമില്ലായ്മയാണ്. ഞാനൊരു ദൈവവൈതലാണെന്ന്, ഞാൻ സുവിശേഷം വിശ്വസിക്കുന്നുവെന്ന് നിങ്ങളും വിശ്വസിക്കണമെന്ന് മറ്റുള്ളവരെ നോക്കി ഉറക്കെ വിളിച്ചു പറയാൻ എനിക്കും നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മെ കർത്താവ് ഭരമേൽപ്പിക്കുകയാണ്. ഭയപ്പെടാതെ നമുക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. 32ാമത്തെ വാക്യത്തിൽ ഫിയർലെസ് കൺഫെഷൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് കോൺഫ്ലിക്റ്റ്. രണ്ടാമത് കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? ഭയം കൂടാതെ ഏറ്റുപറയുക, കർത്താവിന്റെ നാമത്തെ ഏറ്റുപറയുക. അവിടെ നമ്മൾ വായിക്കുന്നു 32 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. എന്താ അവിടെ പറയുന്നത്? ഭയപ്പെടാതെ എന്ത് ചെയ്തോണം? ഏറ്റുപറയണം. കർത്താവിന്റെ നാമത്തെ ഏറ്റുപറയണം. ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്, ശിഷ്യന്മാരോട് പറയുന്നത്, മശിഹായെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. അല്ലേ? ലോകത്തിന്റെ അറ്റത്തോളം ഞാൻ എന്താ പറയേണ്ടത്? എന്താ പറയണ്ടേ? മശിഹായെ കുറിച്ചാണ് പറയേണ്ടത്. അല്ലേ? ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതാണ് പ്രസംഗിക്കേണ്ടത്. മശിഹായെ ഭൂമിയിൽ വന്നിരിക്കുന്നു, ഇതാണ് പ്രസംഗിക്കേണ്ടത്. അപ്പോ ഇത് പ്രസംഗിക്കാൻ കർത്താവ് അവരെ അയക്കുകയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവ് പറയാണ്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്ന ഏവനെയും ഞാൻ പിതാവിന്റെ മുമ്പിൽ തള്ളിപ്പറയും. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ക്യാൻ വി ബി എ സീക്രട്ട് ഡിസൈപ്പിൾ? ഒരു രഹസ്യ ശിഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമോ? രഹസ്യ ശിഷ്യൻ, എന്റെ വിശ്വാസം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി പിടിച്ച്? നോ, അത് സാധ്യമല്ല. ക്രിസ്തീയ ജീവിതം ആ നിലയിൽ ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. മനുഷ്യരുടെ മുമ്പിൽ എന്ത് ചെയ്തേ പറ്റൂ? കർത്താവിന്റെ നാമത്തെ ഏറ്റുപറഞ്ഞേ പറ്റൂ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണമെന്നാണ്, എന്നെ എന്ന് പറഞ്ഞാൽ കർത്താവിനെ കേട്ടോ, കർത്താവിനെ ഏറ്റുപറയണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നമുക്കൊരു രഹസ്യ ശിഷ്യനായി ഒരുപാട് കാലം തുടരാനായിട്ട് കഴിയുകയില്ല. അവിടെ പറയുകയാണ്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ. ബൈബിളിൽ അരിമത്യക്കാരൻ യോസേഫ് ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. രാത്രിയിൽ യേശുവിന്റെ അടുക്ക വരുന്നയാളായിരുന്നു, പകൽ വെളിച്ചത്തിൽ വരില്ല. പക്ഷേ കർത്താവ് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അരിമത്യക്കാരൻ യോസേഫ് തന്റെ വിശ്വാസത്തെ പ്രകടമാക്കി. പീലാത്തോസിന്റെ അടുക്ക ചെന്നിട്ട് പറയണം, ആ ശരീരം ഇന്ന് വിട്ടുതാ, ഞാൻ അടക്കാൻ പോവുക. അപ്പൊ ആളുകൾ, എടാ നീ അവന്റെ ശിഷ്യനാണല്ലേ,
ഇത്രയും കാലം രാത്രി മാത്രം യേശുവിന്റെ ശിഷ്യനാണ്. പക്ഷെ ഇപ്പോൾ അവൻ പകൽ സമയത്തും കർത്താവിന്റെ സാക്ഷിയായിട്ട് പുറത്തേക്ക് വരിക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ചിലപ്പോൾ നമ്മുടെ ആദ്യത്തെ ചില നാളുകളിലൊക്കെ നമ്മുടെ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യം വന്നേക്കാം. പക്ഷെ എന്ത് ചെയ്യരുത്, അതൊരു ലോങ് ടേം അങ്ങനെ പോകാൻ പറ്റില്ല. ദീർഘകാലം നമുക്ക് നമ്മുടെ വിശ്വാസത്തെ മൂടി വയ്ക്കാൻ സാധ്യമല്ല. നാം നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ? യോഹന്നാൻ 11:11, ലൂക്കോസ് 7:28. ഈ രണ്ട് സ്ഥലങ്ങളിലും കർത്താവ് പറയുന്നത് യോഹന്നാനെ കുറിച്ച് കർത്താവ് പറയുകയാണ്. ഒരു സാമ്പിളാണ്. കർത്താവ് പറയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവരിലും വലിയവൻ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. നമ്മളെ കുറിച്ച് കർത്താവ് എന്തായിരിക്കും പറയാൻ പോകുന്നത്? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇതിനേക്കാൾ വലിയ പേടിത്തൊണ്ടനില്ല. അങ്ങനെ ആയിരിക്കും. എന്റെ നാമത്തെ പ്രതി ഒരു കഷ്ടവും സഹിക്കാത്ത ഒരുത്തൻ വരുന്നതെന്നാണോ പറയാൻ പോകുന്നത്? അതോ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയും, ഇതാ നല്ലവരും വിശ്വസ്തരുമായ ദാസൻ എന്ന് പറയുമോ? ഇതാ ബുദ്ധിമാനായ ദാസൻ എന്ന് പറയുമോ? മൈ ഫെയ്ത്ത്ഫുൾ സെർവന്റ് എന്ന് പറയും. യോഹന്നാനെ കുറിച്ച് പറഞ്ഞതാണ് നമ്മൾ അവിടെ കണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ കർത്താവിനെ ഏറ്റുപറയുന്നവരാണോ അതോ കർത്താവിനെ തള്ളിപ്പറയുന്നവരാണോ? ഒരു ദൈവദാസൻ പറഞ്ഞത്, മനുഷ്യര് കർത്താവിനെ തള്ളിപ്പറയുന്നത് 3 രീതിയിലാണ്. ഒന്ന് അദ്ദേഹം പറഞ്ഞു, ഒന്ന് വാക്കുകൾ കൊണ്ട് തള്ളിപ്പറയും. പത്രോസ് തള്ളി പറഞ്ഞു, എനിക്ക് ആ മനുഷ്യനെ അറിഞ്ഞുകൂടാ, അറിയില്ല, ഞാനും ആ പുള്ളിയായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ ഏറ്റുപറയുന്നവരുണ്ട്, കർത്താവിനെ തള്ളിപ്പറയുന്നവർ. എന്നാൽ രണ്ടാമതൊരു കൂട്ടരുണ്ട്, പ്രവൃത്തി കൊണ്ട് തള്ളിപ്പറയും. യൂദായെ പോലെ ഒറ്റിക്കൊടുക്കുക. എന്നാൽ വേറെ കുറെ ശിഷ്യന്മാരുണ്ട്, അവര് മിണ്ടിയില്ല. പത്രോസ് തള്ളി പറഞ്ഞു, ഇവരെന്ത് ചെയ്തു? മിണ്ടിയില്ല. അവരെവിടെയോ ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു പേടിച്ച്. നമ്മൾ ഇതിൽ ഏത് കാറ്റഗറിയാ? ഇത് 3 ആകരുത്. നമ്മൾ ചില സമയത്ത് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ അവരെ തള്ളി പറയുന്നതിന് തുല്യമാണ്. നീയും അല്ലേ, ഈ പത്രോസിനോട് മാത്രം എന്തുകൊണ്ടാ ചോദിച്ചത്, നീ യേശുവിന്റെ ശിഷ്യനല്ലേന്ന്, നീ അവന്റെ കൂടെ ഉള്ളവനല്ലേന്ന്? കാരണം പത്രോസ് ആ കൂട്ടത്തിലെങ്കിലും ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവരോ അതുപോലും ഇല്ല. അവര് നിശബ്ദരാ. പക്ഷെ ആ നിശബ്ദതയും എന്താണ്? ക്രിസ്തുവിന്റെ ശിഷ്യന്മാരല്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. അവന്റെ കൂടെ നിന്നില്ല. ഇല്ലേ? നമുക്കൊരു സത്യം അറിയാം, എല്ലാവരും കൂടെ നമ്മുടെ കൂട്ടുകാരനെ കുറ്റപ്പെടുത്തുകയാണ്, അവൻ കുറ്റക്കാരനല്ല നമുക്കറിയാം. ആ സമയത്ത് നമ്മൾ നിശബ്ദത പാലിച്ചാൽ അതിന്റെ അർത്ഥം എന്നാ? നമ്മളും മറ്റവരുടെ കൂടെ കൂടിയെന്ന് അതിന്റെ അർത്ഥം. കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉറക്കെ സാക്ഷിക്കേണ്ട സമയത്ത് ഞാൻ എന്റെ കാര്യം നോക്കി നിശബ്ദമായിട്ടിരുന്നാൽ അതും കർത്താവിനെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. 3 രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട്. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നിശബ്ദത കൊണ്ട്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. 2, അവിടെ നമ്മൾ വായിക്കുന്നു, കൺസിഡറിംഗ് ദ കോൺഫ്ലിക്റ്റ് ഇൻ ഫാമിലി റിലേഷൻഷിപ്പ്. കുടുംബത്തിൽ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയാണ്. ഭയപ്പെടാതെ ഏറ്റുപറയണമെന്ന് പറഞ്ഞപ്പോ എവിടെയൊക്കെയാ മശിഹായ ഏറ്റു പറയണം? 2, കുടുംബത്തിൽ വരുന്ന പ്രശ്നത്തെ കുറിച്ച് അവിടെ പറയണം. 34 വരെയുള്ള വാക്യം, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പിപ്പാൻ അത്രേ ഞാൻ വന്നത്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. കർത്താവ് ഇത് പറഞ്ഞത്
സത്യമാണോ? വളരെ സത്യമായ കാര്യം കേട്ടോ. പല ആൾക്കാർ ഈ വാക്യം വെച്ചിട്ട് കർത്താവിനെ കർത്താവ് ജീവിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അവൻ മൊത്തം പ്രശ്നക്കാരനാണ്, അങ്ങനെ വിമർശിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? കർത്താവ് സമാധാനം വരുത്തുവാനാണോ വന്നത്? വ്യക്തിപരമായി നമുക്ക് എല്ലാവർക്കും സമാധാനം തരാനാണ് അവൻ വന്നത്. നമുക്ക് ദൈവത്തോടുള്ള ശത്രുത മാറ്റി നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാക്കാനാണ് കർത്താവ് വന്നത്. റോമർ 5:1 പറയുന്നത് എന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവ സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ കാക്കും. പക്ഷേ ക്രിസ്തുവിനെ വിശ്വസിച്ചതിനെ പ്രതി നിങ്ങൾക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്? നിങ്ങൾ വ്യക്തികളുടെ ഇടയിൽ ചില ആളുകൾ പറയും, ഇങ്ങനെ ഇത്രയും വിശ്വാസത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ ഇച്ചിരി ഓവറാ, ഇതൊക്കെ അനാവശ്യമാണ്. ഇതെന്താണെന്ന് അറിയാമോ? അപ്പൊ അവര് നമ്മളെ ഒറ്റപ്പെടുത്തും, അവര് നമ്മളെ മാറ്റി നിർത്തും. അവിടെ സമാധാനം ഇല്ലാത്തൊരു സാഹചര്യം വ്യക്തികളുടെ ഇടയിൽ ഉണ്ടാകുമ്പോഴും ദൈവവൈതൽ എന്തുണ്ടെന്ന് അറിയാമോ? ഹൃദയത്തിൽ തികഞ്ഞ സമാധാനമാണ്, നിറഞ്ഞ സമാധാനം ദൈവവൈതലിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടല്ലേ ഈ ഭക്തന്മാരൊക്കെ വലിയ പീഡനം നേരിട്ടിട്ടും വിശ്വാസത്തിന് വേണ്ടി നിന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഒത്തിരി എന്ന് പറഞ്ഞാൽ വലിയ അളവിലല്ല, കമ്പാരിറ്റീവ്ലി. നമ്മളിപ്പോ സാധു സുന്ദർ സിംഗ് അനുഭവിച്ച കഷ്ടതയൊന്നും ഞാൻ സഹിച്ചിട്ടില്ല. ചെറിയ രീതിയിലുള്ള കർത്താവിന്റെ നാമത്തെ പ്രതിയുള്ള പ്രയാസങ്ങളൊക്കെ ഞാൻ സഹിച്ചിട്ടുണ്ട്. അന്നേരം എന്റെ ഉള്ളിൽ സമാധാനം നഷ്ടപ്പെടുകയല്ല ചെയ്തത്, എന്റെ ഹൃദയത്തിൽ ദൈവ സമാധാനം കൊണ്ട് നിറയുക ചെയ്തത്. ചില വ്യക്തികൾ ഞാൻ വിശ്വാസി ആയതിനെ പ്രതി എന്റെ ശത്രുവായപ്പോൾ, അവരെന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ, അവരെന്നെ പരിഹസിച്ചപ്പോൾ, അയ്യോ ഞാൻ ഒറ്റപ്പെട്ടെ എന്നല്ല ഇതൊരു ദൈവവൈതൽ എന്ന നിലയിൽ ഞാൻ പ്രതികരിച്ചത്. സ്വർഗം എന്റെ ഹൃദയത്തിൽ വലിയ സമാധാനം കൊണ്ട് നിറച്ചു. ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് കർത്താവ് നമ്മളോട് വാക്ക് പറയാം. അതിനേക്കാൾ വലിയ സമാധാനം എന്താ ഉള്ളത്? അല്ലേ? സ്തോത്രം. ഇത് കർത്താവ് പറയുമ്പോ അത് മീഖാ പ്രവചനത്തിലൂടെ നേരത്തെ പ്രവചിച്ചതാണ്. മീഖാ 7:6-7 വാക്യങ്ങളിൽ കർത്താവ് മീഖാ പ്രവാചകൻ ഇതേ കാര്യം പ്രവചിക്കുന്നുണ്ട്. എന്താ പ്രവചിക്കുന്നത്? മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോടും മരുമകൾ അമ്മാവി അമ്മയോടും എതിർത്ത് നിൽക്കുന്നു, മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ. ഞാനോ യഹോവയിങ്കലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. സ്തോത്രം. ഇതാണ് ദൈവത്തിന്റെ ഉറപ്പ്. സ്വന്തം വീട്ടിൽ തന്നെ എതിർപ്പ് വരും, പക്ഷെ എന്ത് ചെയ്യാം? കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഇതാണ് ഒരു ദൈവത്തിന്റെ ഉറപ്പെന്ന് പറയുന്നത്. 3 ഇവിടെ പറയുന്നത് 37, 38, 39 വാക്യങ്ങളിൽ കർത്താവോട് പറയുന്നത് കർത്താവിനെ അനുഗമിക്കേണ്ടി വരുമ്പോൾ അതിന് നാം കൊടുക്കേണ്ട വിലയെ കുറിച്ചാണ്. ഫിയർലെസ് കൺഫെഷൻ എന്ന് പറയുമ്പോൾ കർത്താവിനെ നാം അനുഗമിക്കുമ്പോൾ അവിടെ അതിന് നാം കൊടുക്കേണ്ട വില എന്തുമാത്രമുണ്ട്. അവിടെ നാം 3 കാര്യങ്ങൾ അവിടെ ചിന്തിക്കുന്നുണ്ട്. ഒന്ന്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. നമുക്ക് ആരാ ഏറ്റവും പ്രിയപ്പെട്ടത്? കർത്താവാണോ ഭർത്താവാണോ? അമ്മയാണോ കർത്താവാണോ? മക്കളാണോ കർത്താവാണോ? ഇൻ ടേംസ് ഓഫ് റിലേഷൻഷിപ്പ് നമ്മുടെ ബന്ധങ്ങളിലാണ് ഒന്നാമത് പ്രതിഫലിക്കുന്നത്. നമുക്ക് ആരാ ഏറ്റവും പ്രിയപ്പെട്ടത്? നമ്മൾ കർത്താവിനെ ലജ്ജ കൂടാതെ ഏറ്റു പറയണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി കർത്താവിനെ ലൈക് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് മാറ്റിവെക്കും, ദൈവവചനത്തെ മാറ്റിവെക്കും. കാരണം എന്നാ? അവരെ പിണക്കുന്ന എങ്ങനെ? ആളുകളെ പിണക്കാതിരിക്കാൻ വേണ്ടി അത് വലിയ കർത്താവിനെ തള്ളി പറയുന്നതിന് തുല്യമായ കാര്യമാണ് ഇൻ ടേംസ് ഓഫ് റിലേഷൻഷിപ്പ്. 2, 38 വാക്യത്തിൽ പറയുന്നു, തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. 2, ക്രൂശെടുക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. തന്റെ പ്രാണനേക്കാൾ വിലയേറിയതായി കർത്താവിനെ എണ്ണുക. ഇൻ ടേംസ് ഓഫ് ലൈഫ് നമ്മുടെ ജീവനേക്കാൾ നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം.
എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏതാ? കർത്താവിനെ സ്നേഹിക്കുക. നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാകും. രണ്ടാമത്തേതാണ് നിന്നെ പോലെ നിന്റെ നമ്മളെ സ്നേഹിക്കണം. രണ്ടാമത്തേതാണ് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത്. ഒന്നാമത്തെ ആരെയാ? കർത്താവിനെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിച്ചാലേ നമ്മളെ പോലെ തന്നെ മറ്റൊരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ജീവനേക്കാൾ നാം കർത്താവിനെ സ്നേഹിക്കണം. മൂന്നാമത് അവിടെ പറയുകയാണ്, തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. അതിന്റെ അർത്ഥം എന്താ? എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇല്ലേ? ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആവണം, പണം ഉണ്ടാക്കണം, പ്രശസ്തനാകണം. പിന്നെ ഇതൊക്കെയാണ് ഒത്തിരി പേരുടെ. സ്വർഗത്തിൽ പോണം, അതൊരു പ്രശ്നമാണ്. സ്വർഗത്തിൽ പോണം അല്ലേ? എങ്ങനെയും സ്വർഗത്തിൽ പോയാൽ മതി, വേറെ ആരും വന്നില്ലേലും കുഴപ്പമില്ല. അതൊരു പ്രശ്നമാണ് കേട്ടോ. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം സ്വർഗത്തിൽ പോവുക എന്നുള്ളതല്ല. ആത്യന്തിക ലക്ഷ്യം ക്രിസ്തുവിനെ പോലെ ആവുക എന്നുള്ളതാണ്. കർത്താവ് എന്തിനു വേണ്ടിയാണ് നമ്മൾ മുൻ നിയമിച്ചിരിക്കുന്നത്? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് സദൃശ്യരാകാൻ കർത്താവ് നമ്മെ മുൻ നിയമിച്ചിരിക്കുകയാണ്. അതിനാണ് നമ്മുടെ ജീവിതം ചെലവഴിക്കേണ്ടത്. എന്റെ ജീവിതം പണം ഉണ്ടാക്കാനാണ് ചെലവഴിക്കുന്നതെങ്കിൽ ഞാൻ കർത്താവിനോട് പറയണം, കർത്താവേ, എന്റെ ജീവിതം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഇഷ്ടമില്ല. നമ്മുടെ ജീവിതത്തെ നമ്മൾ സ്വയമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഒരിക്കൽ ഒരു A.W. ടോസർ എന്ന് പറയുന്ന ഒരു ദൈവദാസനോട് ഒരാൾ ചോദിച്ചു, ഈ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, 3 കാര്യങ്ങളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന്, the man who is crucified is facing only one direction. ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ ഒരേ ഒരു ദിശയേ ഉള്ളൂ. 2, he is not going back, he has said his final goodbye. അവൻ അവസാനത്തെ ഗുഡ് ബൈയും പറഞ്ഞു കഴിഞ്ഞു. ഒരേ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. 2, അവൻ അവസാനത്തെ ഗുഡ് ബൈയും പറഞ്ഞു, ഇനി ആരോട് യാത്ര പറയാനില്ലെന്ന്. 3, അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, the man on the cross has no further plans of his own. അവന് തന്നെ കുറിച്ച് തന്നെ ഒരു പ്ലാൻ ഇല്ല. ദൈവത്തിനാണ് അവനെ കുറിച്ചുള്ള പ്ലാൻ. ആ പ്ലാൻ അംഗീകരിക്കുകയും ആ പ്ലാൻ വിശ്വസിക്കുകയും ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. പൗലോസ് പറഞ്ഞു, ഞാനോ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? പിന്നെ ഒറ്റ ഡയറക്ഷനേ ഉള്ളൂ, കർത്താവിന്റെ ഡയറക്ഷൻ. പിന്നെ ആരോടും ഇനി യാത്ര പറയാനില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞു കഴിഞ്ഞു. കർത്താവിനെ നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. 3, ഇനി എനിക്ക് എന്റേതായ എന്നെ കുറിച്ച് എനിക്ക് ഒരു പ്ലാൻ ഇല്ല. എന്റെ കർത്താവിന് എന്നെ കുറിച്ചുള്ള പ്ലാൻ, അതാണ് എന്റെ പ്ലാൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിച്ചാൽ നമുക്കിത് പറയാൻ കഴിയൂ? നമുക്കിത് ധൈര്യത്തോടെ പറയാൻ കഴിയൂ? അങ്ങനെ പറയാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. അങ്ങനെ പറയാൻ കഴിയുന്നവൻ മാത്രമാണ് ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അവസാനം ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പ്രതിഫലത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 10-ാം അധ്യായത്തിന്റെ 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്താണ് ഇവിടെ കർത്താവ് പറയുന്നത്? പ്രതിഫലത്തെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഇത് ഇവിടെ ആർക്കാ ഈ പ്രതിഫലം കിട്ടുന്നത്?
കൈക്കൊള്ളുന്നവനാണ് പ്രതിഫലം. ഈ ശിഷ്യന്മാര് ദൈവരാജ്യം പ്രസംഗിക്കാനായിട്ട് അനേക ഇടങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അവരെ സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് അവിടെ പറയുന്നത്. അത് ഈ ശിഷ്യന്മാരോട് പറയേണ്ട കാര്യമുണ്ടോ? ഈ ശിഷ്യന്മാര് പഠിപ്പിക്കേണ്ട കാര്യമായതുകൊണ്ടാണത് അവരോട് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും എന്റെ ശിഷ്യരാക്കുകയും. ഇത് സകലരെയും പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് അവിടെ പ്രതിഫലം? 3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, റിവാർഡ് അക്കോർഡിംഗ് ടു ദ റെസ്പെക്ട് യു ഷോ. നമ്മൾ കാണിക്കുന്ന ബഹുമാനത്തിനനുസരിച്ചാണ് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം. അവിടെ പറയുന്നുണ്ട്, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം, നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം, ഈ എളിയവരിൽ ഈ ശിഷ്യൻ എന്ന് വെച്ച് ചെറിയവരിൽ ഒരുത്തന്. അപ്പൊ നമ്മൾ ഒരു വ്യക്തിയെ സ്വീകരിക്കുമ്പോൾ അവനെ പ്രവാചകനായിട്ടാണോ സ്വീകരിക്കുന്നത്, നീതിമാനായിട്ടാണോ സ്വീകരിക്കുന്നത്, ശിഷ്യൻ എന്ന് വെച്ചാണോ സ്വീകരിക്കുന്നത്? അതിനനുസരിച്ച് എന്തുണ്ട്? ഒരു പ്രതിഫലമുണ്ട്. അപ്പൊ നമ്മൾ ഒരാളെ സ്വീകരിക്കുമ്പോ എങ്ങനെ സ്വീകരിക്കണം? നമ്മുടെ നാട്ടിലെ ട്രെൻഡ് ഞാൻ പറയാം. ചില ആളുകൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബഹുമാനം, ചില ആളുകൾ വരുമ്പോ കുറച്ച് ബഹുമാനം. കാര്യം എന്നാന്നറിയാവോ? കാര്യം എന്നാ? അവരുടെ പദവി, അവരുടെ ഗ്ലാമർ, അവരുടെ സ്റ്റാറ്റസ്, ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബഹുമാനം കൊടുക്കണം. പക്ഷേ നമ്മുടെ പ്രതിഫലം എങ്ങനായിരിക്കും? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ എന്ന് വെച്ചാൽ ആണ് നമ്മൾ കൈക്കൊള്ളുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം പ്രവാചകന്റെയാണ്. നീതിമാൻ എന്ന് വെച്ചാണ് നമ്മൾ കൈക്കൊള്ളുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം നീതിമാന്റെ പ്രതിഫലമാണ്. ശിഷ്യന്മാരിൽ ഒരുത്തനെ, ചെറിയവരിൽ ഒരുത്തന്, അവരെ കൈക്കൊള്ളുമ്പോൾ നമുക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുന്നത്? ആ ചെറിയ പ്രതിഫലമാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് സ്വീകരിക്കുന്ന ആളോട് നാം കാണിക്കുന്ന മനോഭാവം വളരെ പ്രധാനമാണ്. നമ്മൾ മറ്റൊരുവനെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊണ്ട് സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. 2, റിവാർഡ് അക്കോർഡിംഗ് ടു യുവർ കൈൻഡ്നെസ്. നമ്മൾ കാണിക്കുന്ന ദയ. ഈ എളിയവരിൽ ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ കുടിക്കാൻ കൊടുത്താൽ, ഈ വെള്ളം കുടിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞൊരു ദയ അല്ലേ? ആണോ അല്ലയോ? ഇത് ക്രൂരതയാണ്? അല്ല, ദയയാണ് അല്ലേ? ദയ. നമ്മൾ ഒരാളോട് എന്തുമാത്രം ദയ കാണിക്കും, ആ ദയക്കനുസരിച്ച് പ്രതിഫലം. അതുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുത്തൻ അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം. വലിയവരാണെങ്കിൽ ആ ദയയുടെ കാര്യമില്ലല്ലോ. അതുകൊണ്ടല്ലേ നമ്മള് വലിയ ഒരാൾ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തരാമെന്ന് വെച്ച് നമ്മൾ കൂടുതൽ സന്തോഷത്തോടെ കൊടുക്കുകയും, വെള്ളമാക്കൾ എന്തിനാ, ചായ തരാമല്ലോ എന്ന് പറയും. എന്നാൽ വഴിയെ പോണ ഒരാൾ വന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ച് 1/2 ഗ്ലാസ് വെള്ളം കൊടുക്കുകയും ചെയ്യുന്നതിന്റെ കാര്യമല്ല. അവൻ ചെറിയവനായതുകൊണ്ട് അത് പദവിയിലുള്ള വ്യത്യാസമാണ്. അപ്പൊ അവിടെ നമ്മൾ എന്തായി? ദയയായി. പദവി, ദയ. 3, റിവാർഡ് അക്കോർഡിംഗ് ടു യുവർ സാക്രിഫൈസ്. നമ്മൾ അതിനു വേണ്ടി എടുക്കുന്ന ത്യാഗം. ഇവിടെ നോക്കിയേ, ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? വാസ്തവത്തിൽ 1 ഗ്ലാസ് വെള്ളമല്ലേ. സ്വർഗം അതിന് വരെ കണക്ക് സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ത്യാഗമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അതിനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ആണെങ്കിൽ ത്യാഗത്തോടെ കൊടുത്താലോ? നമ്മൾ കൊടുക്കുമ്പോൾ എടുക്കുന്ന ത്യാഗത്തിനനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം തരുന്നത്. നമ്മൾ എന്ത് ചെലവാക്കുന്നു? 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ചെലവാക്കുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. 1 കൊരിന്ത്യർ 3-ന്റെ 12 മുതൽ 14 വരെ. ഒരുത്തൻ ദൈവരാജ്യം പണിയുകയാണ്. അപ്പോ ചിലര് പണിയുന്നത് പൊന്നുപയോഗിച്ച്, ചിലർ പണിയുന്ന വെള്ളി ഉപയോഗിച്ച്, വേറെ ചിലർ വിലയേറിയ കല്ലുപയോഗിച്ച്, വേറെ ചിലർ മരം ഉപയോഗിച്ച്, ചിലർ പുല്ലുപയോഗിച്ച്, വേറെ ചിലർ വൈക്കോൽ ഉപയോഗിച്ച്. ഇതിലേതാ വിലയേറിയത്? വൈക്കോലാണോ? പൊന്ന.
പൊന്ന്, വെള്ളി. ആദ്യത്തെ മൂന്നും വിലയേറിയ കാര്യങ്ങളാണ് അല്ലേ? പിന്നത്തെ മൂന്നും വളരെ വില കുറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ ഏത് വെച്ച് പണിയും? അവിടെ പറയുകയാണ്, ഒരു ദിവസം അതിനെ തെളിവാക്കും എന്ന് പറഞ്ഞാൽ നീ എന്തുമാത്രം ത്യാഗം സഹിച്ചു ഈ വേലയ്ക്ക് വേണ്ടി, അത് വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്നാൽ തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഇതിലേതായിരിക്കും നിലനിൽക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്? തീയിൽ കൂടി കടന്നു പോകുമ്പോൾ ഏതാണ് തീയിൽ ശോധന ചെയ്യുമെന്ന് അവിടെ പറഞ്ഞത് അല്ലേ? 13-ാം വാക്യത്തിൽ തീ തന്നെ ശോധന ചെയ്യും. തീ ശോധന ചെയ്യുമ്പോൾ ഇതിലേതാ തീയിലൂടെ പോയാൽ നിലനിൽക്കുക? പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും ഒക്കെ തീയിലൂടെ പുറത്തു വരും. എന്നാൽ മരവും പുല്ലും വൈക്കോലും ഒക്കെയോ ചാരമായിട്ട് പുറത്തു വരും. അതൊന്നും നിലനിൽക്കുകയില്ല. നാം ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ചെലവാക്കുന്നത്, വിലയേറിയത് ത്യാഗപൂർവം ചെലവാക്കുന്നതിനാണ് സ്വർഗം പ്രതിഫലം തരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ശാന്തമായി പരിശോധിക്കാം. എൻ്റെ വാക്കുകളെ ചുരുക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത പ്രബോധനമാണ്. അവരെ അയക്കുകയാണ് കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ. അതിലൂടെ ഇന്ന് നാമും ധാരാളം പ്രബോധനം പ്രാപിക്കാനായിട്ടിടയായിട്ടുണ്ട്. കർത്താവിനെ സാക്ഷിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ കഷ്ടതകളും പ്രതികൂലങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനകത്ത് ഒരു സംശയമില്ല. നാം ഗുരുവിനെ മീതെയല്ലല്ലോ, നാം യജമാനന് മീതെയല്ലല്ലോ. അങ്ങനെങ്കിൽ നമുക്കും കഷ്ടത വരാൻ സാധ്യതയുണ്ട്. എന്നാൽ കഷ്ടതകൾ വരുമ്പോൾ, പീഡനങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ, മറ്റുള്ളവർ നമ്മെ ഉപദ്രവിക്കുമ്പോൾ നാം എങ്ങനെ നിൽക്കണം? 2 മനോഭാവങ്ങൾ. 1, ഭയപ്പെടേണ്ട. 2, ധൈര്യത്തോടെ ഏറ്റുപറയുക. നാം തള്ളിപ്പറയുന്നവരാകരുത്, കർത്താവിന്റെ നാമത്തെ ഏറ്റുപറയുന്നവരാകണം. 3, നമ്മൾ കണ്ടത് നമുക്ക് ലഭിക്കാവുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ്. നാം കാണിക്കുന്ന ആ ബഹുമാനത്തിനനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടും. നാം കാണിക്കുന്ന ദയക്കനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടും. നാം സഹിക്കുന്ന ത്യാഗത്തിനനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടും. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഈ വചന പഠനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നു. ഈ കേട്ടതായിരിക്കുന്ന ക്ലാസ്സുകൾ, ദൈവവചനം മറ്റുള്ളവർക്കുമായി പങ്കുവെച്ചു കൊടുക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനുമായി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.